നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന 1983 വിജയശില്പികൾ കടന്നു വരികയാണ്. ജനപ്രിയ താരങ്ങൾ കഥാപാത്രങ്ങളായി തന്നെ ആദ്യമായി ഒരു വേദി. ആ പന്ത് എവിടെ? ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിന്? വെറുതെ. രമേശിന് ക്രിക്കറ്റ് കളി ഇഷ്ടമാണോ? അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു പുണ്യമേ. ചൂടേറിയ ചിരിച്ചർച്ചകളും സിനിമാ വിശേഷങ്ങളും കളിച്ചിരികളുമായി ഒരു ചിരിയരങ്ങ്. നിങ്ങൾക്ക് ക്രിക്കറ്റ് കളി ഇഷ്ടമാണോ? എനിക്ക് ക്രിക്കറ്റ് അല്ല, എനിക്ക് ചീട്ടുകളി ഇഷ്ടം. പ്രിയപ്പെട്ട ബ്രഹ്മമംഗലം നിവാസികളെ, ഇവിടെ നടക്കുന്ന ക്രിക്കറ്റ് കാർണിവലിന്റെ ആഘോഷ കാഴ്ചകളിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രോഗ്രാമെല്ലാം ഗംഭീരമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആണല്ലേ? ഞാനിവിടെ ഉണ്ട്. ജോസേട്ടൻ എത്തി. അതെ, ഇത്ര ആൾക്കാരൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന ജോസേട്ടനെ കാണാൻ വേണ്ടിട്ടല്ലേ? ശരിക്കും പറഞ്ഞ സിനിമാ താരങ്ങളെ കാണാൻ വേണ്ടിട്ടാ. അത് ശരി. സിനിമാ താരങ്ങൾ വരുവോ? അത് എന്നോടാണ് ചോദിക്കുന്നത്. നീ എന്നെ ഇങ്ങനെയാണോ? നമ്മുടെ 1983 എന്ന് പറയുന്ന സിനിമയിലെ എല്ലാ താരങ്ങളെയും കൊണ്ടുവരാന്നാണല്ലോ ജോസേട്ടൻ ഏറ്റിരിക്കുന്നത്. ഈ ജോസേട്ടൻ പറഞ്ഞ വാക്കാണ്. ദേ നോക്ക്. ഇതാരാണ്? ഫഹദ് ഫാസിൽ. ഞാൻ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്കെന്താ പ്രാന്താണ്? ഇത് നടൻ ഫഹദ് ഫാസിൽ അല്ല, നമ്മുടെ വെടിക്കെട്ടുകാരൻ ഫഹദ് ഫാസിലാ. ഇവനൊക്കെയാണ് ഫഹദ് ഫാസിൽ എന്ന് പേരിട്ടിരിക്കുന്നത്. എന്റെ പേരിട്ട് എന്താ കുഴപ്പം? എന്റെ അച്ഛന്റെ പേരെന്തോ? ദുൽഖർ സൽമാൻ. കണ്ടോ? ശരിയല്ലോ. അമ്മയുടെ പേര് റീമ കല്ലിക്കലായിരിക്കും. തെറ്റി. അവിടെ തെറ്റി. എന്താണ്? അതിന്റെ അമ്മൂമ്മയുടെ പേരാ. അപ്പൊ അമ്മയുടെ പേരോ? അമ്മയുടെ പേര് രമ്യ നമ്പീശൻ. സമ്മതിക്കണം. പൊട്ടിക്കട്ടെ? പൊട്ടിക്കട്ടെ. പൊട്ടിച്ചോ. ഏതെങ്കിലും പൊട്ടാതെ വന്നാൽ നിന്റെ കരളം ഞാൻ പൊട്ടിക്കാം കേട്ടല്ലോ. ഹലോ, എത്തിയോ? ഓ ശരി ശരി, ഞങ്ങൾ ഇവിടെ തയ്യാറാണ്, റെഡിയാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിക്കറ്റ് കാർണിവൽ കൊഴിപ്പിക്കുവാൻ വേണ്ടി 1983 നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളും അതിന്റെ സംവിധായകനും എല്ലാം ഈ വേദിയിലേക്ക് എത്തുകയാണ്. നിങ്ങൾ വരുമോന്ന് ടെൻഷനായിരുന്നു കേട്ടോ. ഞാനാണ് ഇതിൻ്റെ ആള്. കാരണം എനിക്ക് ഈ സിനിമാ പ്രേമം ഭയങ്കരമായിട്ടുണ്ട് ഈ നാട്ടിലപ്പോൾ. നിങ്ങളെ കൊണ്ടുവരാം എന്ന് ഏറ്റിരുന്നത് ഞാനായിരുന്നു. കാര്യം എൻ്റെ അച്ഛൻ ഇതുപോലെ വലിയൊരു സിനിമാ പ്രേമിയായിരുന്നു. പണ്ട് അച്ഛൻ ഉണ്ണിമേരിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നടന്നതാണ്. പക്ഷെ അന്ന് ഉണ്ണിമേരി വന്നില്ല. പിന്നെ ഉണ്ണിമേശ്വരിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അന്ന് അച്ഛനെ നാട് കടത്തിയതാണ്. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഷൈൻ ചെയ്തത് ഞാനാണ്. അപ്പോൾ താങ്ക് യു ഷൈൻ ആൻഡ് നിവിൻ, എല്ലാവർക്കും, ദിനേഷ്, സാജൻ, എല്ലാവർക്കും, ഗോപിസുന്ദർ, സഞ്ജു. ഇനിയിപ്പം എന്തായാലും ഇതിൽ സന്തോഷമുണ്ട്. കാര്യം ഇതിനു മുമ്പ് നിവിൻ CCLൊക്കെ കളിക്കുമ്പോൾ ക്രീസിൽ നിന്നുകൊണ്ട് റൺ ഓടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമ വിജയിച്ചപ്പോൾ ഓടിയെടുത്തോ? എന്തെങ്കിലും ഓടിയെടുത്തോ? അതോ? ഓടിയെടുത്തു. അറിയാൻ ചോദിച്ചാൽ എന്താ ഓടിയെടുത്തെന്ന് ചോദിച്ചു. ഓടിയെടുത്തു. കണ്ടോ? സിനിമ എടുത്തു ഇറങ്ങി വിജയിച്ചൊരു ഓടി കാറൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചിലവ് വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ വെറൈറ്റി ആയിട്ടൊരു പോലീസുകാരൻ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന ഒരു പോലീസുകാരൻ. ഇദ്ദേഹം അവിടെ ബൗൾ ചെയ്യാൻ കുറേ പാടുപെട്ടു. അത് നമുക്ക് സെറ്റിലുള്ളവർക്ക് അറിയാം. കാര്യം ഇദ്ദേഹം അതിന് മുമ്പ് അവിടെ കളിക്കുമ്പോഴൊക്കെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. ആ ഷൂട്ട് എടുക്കുന്ന ദിവസം ഈ കഥാപാത്രം അവതരിപ്പിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് പുള്ളിയുടെ ടീമിൻ്റെ ഓപ്പണിംഗ് ബൗളർ, ഫാസ്റ്റ് ബോളർ പുള്ളിയാണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ മറ്റേ നഴ്സറി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞാൻ ഓപ്പണിംഗ് ബോളർ. പക്ഷേ വലുതായപ്പോൾ ഈ ബോളിംഗ് ഒക്കെ മാറി വരെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമാണ് ഷൂട്ടിങ്. ബോളിംഗ് എന്ന് പറയുമ്പോൾ ഇത് വാല് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരു ദിവസം മുഴുവൻ ബോളിംഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു.
അന്ന് രാത്രി കിടന്നുറങ്ങി നേരം വെളുത്തപ്പോഴാണ് മനസ്സിലായത് കൈ അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബോൾ ചെയ്യാൻ പോയിട്ട് കൈ ഇവിടെ നിന്ന് പൊങ്ങുന്നില്ല. അപ്പോഴാണ് സംവിധായകൻ പറഞ്ഞു മര്യാദയ്ക്ക് എറിയണം, സ്പീഡിൽ എറിയ, നീ ഭയങ്കര ഫാസ്റ്റ് ബോളറാണ്, എറിയേ എവിടെ എറിയണം. അല്ല, സാജൻ്റെ കമൻറ്ററിൽ തന്നെ പറയുന്നുണ്ട് ക്രിക്കറ്റ് എന്ന് പറയുന്ന മാന്യന്മാർക്കുള്ള കളിയാണ്. അപ്പോൾ ചോദിക്കും നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? മാന്യന്മാരുടെ കളിയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിൽ എഴുതിയപ്പോൾ തന്നെ എനിക്ക് എന്തുകൊണ്ട് സാഞ്ചേട്ടനെ വളരെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഞാൻ പഴനിയിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ കണ്ട് ചെറിയൊരു കുളിർമയൊക്കെ കണ്ടാണ് ഞാൻ വരുമ്പോൾ എല്ലാവരും പോഞ്ഞു നിൽക്കുന്ന സീനാണ് ഞാൻ കാണുന്നത്. ചിലർ തല പോഞ്ഞ് നിൽക്കണം, ചിലർ പുകഞ്ഞ് നിൽക്കണം. പോവാം. അപ്പം അതിനിടയ്ക്ക് ഞാൻ മേക്കപ്പുകാരനെ അന്വേഷിച്ച് നടക്കുക, എവിടെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് അറിയണത് ഇത് മേക്കപ്പ് ചെയ്യാത്ത പടമാണ്. ഞാൻ എന്നെ പോലുള്ള ആളുകളെ കഴിയുന്നത്ര മേക്കപ്പുകാർക്ക് ശമ്പളം ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ ആ പടത്തിൽ ഈ മേക്കപ്പ് കൂടി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അവസ്ഥ ഞാനൊന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ അതിനിടക്കാണ് ഈ മാന്യന്മാരുടെ കളിയല്ല എന്നും കൂടി പറയണ സംഭവം കൂടി വരുന്നത്. 12 മിനിറ്റ് ഞാൻ ആ പടത്തിൽ ഉള്ളെങ്കിൽ പോലും ഏതാണ്ട് ഒരു 8-9 മണിക്കൂർ എന്നെ ഇരുത്തിക്കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു. അപ്പോഴാണ് എനിക്കിത് ചോദിക്കാനും പറ്റില്ല. കാര്യം ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് അറിയാനും പാടില്ല. പുള്ളിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പൊ ഇനി ഈ ക്രിക്കറ്റ് തന്നെ കൊണ്ട് പടം തീർക്കാനാണോ അല്ലെങ്കിൽ ഇനി ഇത് എന്നെ ക്രിക്കറ്റ് പഠിപ്പിക്കുകയാണോ? മനസ്സിലായില്ല. അല്ല, സഞ്ജുവിന്റെ പഴനിയിലത്തെ കഥ പറഞ്ഞല്ലോ. സഞ്ജു പഴനിയിലാണ് ഷൂട്ടിംഗ് എന്ന് കേട്ടപ്പോ ഈ കൊടൈക്കനാലിന്റെ അടുത്താണെന്നൊക്കെ ആരോ പറഞ്ഞു പ്രമാണിച്ച് കോട്ടൊക്കെയായിട്ടാണ് വന്നത്. ഭയങ്കര കൂളിംഗ് ഗ്ലാസ് ആയിട്ടാണ് വന്നത്. നല്ല കോട്ടും ബോട്ടൊക്കെ ആയിട്ടാണ് വന്നത്. വളരെ വളരെ നല്ല കാലാവസ്ഥ, ഒരു 45 ഡിഗ്രി ചൂടേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ സഞ്ജു കോട്ടൊക്കെ ആയിട്ട് വന്നിറങ്ങിയപ്പോൾ അപ്പോഴാണ് ഈ സാജൻ പറഞ്ഞ പോലെ മൊത്തം പുകഞ്ഞ് ചെവിയുടെ ഉള്ളിക്കടെയും മൂക്കിൻ്റെ ഉള്ളിക്കടെയും പുക വരുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ നിവൻ ഇവിടെ വന്നപ്പോൾ ഒരു ആരാധി ഒന്ന് നിവിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. തട്ടത്തിൻ മറയത്തെ പെണ്ണെ നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ, തട്ടത്തിൻ മറയത്തെ പെണ്ണെ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു പുണ്യമേ, മുത്തുച്ചിപ്പി പോലെ കത്തിനുള്ളിൽ വന്നു കിന്നാരം, ചൊല്ലാൻ എത്രയോ കാലമായി ഞാൻ ആശിക്കുന്നു, ഒരു ഓലഞ്ഞാലി കുരുവിയായി കൂട്ടുകൂടാൻ വന്നാൽ എന്നെ കൂട്ടുമോ? കൊള്ളാം അല്ലേ? നല്ല നന്നായിട്ടുണ്ട്. ആളെ കാണണമെന്നും ഇല്ലല്ലേ? അല്ല, ഒന്ന് കണ്ടേക്കാം. ഇതിപ്പോൾ ഒന്നും ഇനിയുണ്ടോ കത്ത്? അടുത്ത കത്തുണ്ടോ? ഒരു കത്തുണ്ട് കേട്ടോ. ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ കാണിക്കാന്നാണ് പറഞ്ഞത്. തട്ടത്തിൻ മറയത്തിലെ ആ സൂപ്പർ ഹിറ്റ് ഡയലോഗ് പറഞ്ഞാൽ എന്നെ എൻ്റെ നിവിയേട്ടന് കാണാം. ഓളാ തട്ടോട്ട് കഴിഞ്ഞാൽ എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. തട്ടത്തിനകത്തുള്ള അവളുടെ മുഖം മാത്രം. അപ്പൊ ഇനി മുഖം കാണിക്കാലോ അല്ലേ? ഇനി ഒന്ന് മുഖം കാണിക്കാം. അയ്യോ, ഞാൻ പോണു. ഇത് പറഞ്ഞ പോലെ പ്രചോദനം ഏറ്റവും ഈ പ്രോഗ്രാമിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരണം അല്ലേ? അതെ അതെ, എല്ലാവരും ഞങ്ങളെല്ലാവരും കയ്യിലും കൊണ്ട് കൊടുത്ത് ലുങ്കി ഡാൻസ് ഉണ്ട്. അപ്പോൾ കയ്യിലും കൊണ്ട് പോയിട്ട് കള്ളിമുണ്ടും ബ്ലൗസും ഇട്ട് വരാം. വേഷമൊക്കെ മാറി. കള്ളിമുണ്ടും ബ്ലൗസോ? അപ്പൊ വന്നാ പോയി റെഡി ആയിട്ട് വരാം. ഇത് എവിടെ ഇരുത്തുന്നത്? സീനൊക്കെ ഇരുത്താനുള്ള ഉത്സാഹം നോക്കിയ ദിനേശ് ഒരാൾ അങ്ങനെ എടുത്തു. ഇതിനു മുമ്പ് സായന ഇരുന്നാ പറഞ്ഞിട്ട് ഇരുത്തില്ല. അല്ല, ഇവിടെ അങ്ങനെ ഇരിക്കും എവിടെങ്കിലും. അല്ല, ഞങ്ങൾ തിങ്ങിയിരിക്കുന്നോളാം. ഞങ്ങൾ തിങ്ങിയിരിക്കുന്നോളാം. ഇതെവിടെ തിരിഞ്ഞിരിക്കാന്നല്ല, തിങ്ങിയിരിക്കാം. മഞ്ജുള ശശിധരൻ്റെ രമേശിൻ്റെ പാട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ സൃഷ്ടികർത്താവുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് അതിൻ്റെ 2 വരി മൂളണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അല്ലെ, 2 പേരും കൂടെ ഇവിടെ നിന്ന് സീമ ഒന്ന് പാടുകയാണെങ്കിൽ ഞാൻ അതും വാക്കുകൊടുത്തു. നന്നായിട്ട് ചെയ്തു വെച്ചൊരു പാട്ട് എങ്ങനെ കൊളമാക്കാന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാവേ. പലത് പാടും നേറ്റപ്പോഴേ കുളമാകും നമുക്കറിയാം. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ പറഞ്ഞില്ല. സാധനം എന്താണ് മുണ്ട് മടക്കത്തോടെ നിൽക്കുന്നത്? അല്ല, സാജൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ്? അല്ല ദിനേശ്, ഞാൻ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ സീമ വന്നപ്പോൾ അവിടെ ഇരിക്കാൻ ധൃതി കാണിച്ച് അവിടെ ഇരിക്കാൻ സ്ഥലം ഒപ്പിച്ചു കൊടുക്കുന്നു. ലൈബ്രറിയിൽ ബുക്ക് അയച്ച പോലെയാണ് എല്ലാവരും കൂടെ ഇവിടെ. അതിന്റെ ഇടയിലേക്കാണ് ഞാൻ സീമനെ വിളിച്ചത്. ഈ പരിപാടി കഴിയട്ടെ, ഈ പാട്ട് കഴിയട്ടെ, നമുക്കൊരു സമാധാനം ഉണ്ടാക്കാം. എല്ലാത്തിനും ഒരു സമാധാനം വേണം. ഓക്കെ, റെഡി? ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നേ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നേ, കൂട്ടുകൂടി കിണുങ്ങി
മധുരം നുണയും കനവിൽ മഴയിലോ നനയും ഞാനാദ്യമായി. പാട്ട് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്. അടിപൊളി അടിപൊളി. നിന്നെ എനിക്ക് ഒന്ന് കാണാനുണ്ട്. എന്തോ നിന്നെ ഒന്ന് കാണാനുണ്ട്. എന്നെയാ അങ്ങനെ കൊള്ളാം. പാട്ടിൽ ആ പടത്തിൽ കണ്ട അതേ സാധനം തന്നെയാണ് ചെയ്തത്. അത് ചേട്ടനും മണി ചേച്ചിയും കൂടിയല്ലേ പാടിയത്? നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇത് 6 അടിക്കണോ 4 അടിക്കണോ അല്ലെങ്കിൽ ഇരിക്കണം ബാറ്റ് എടുത്തിട്ട് നിന്റെ കവളത്തടിക്കണം? എന്താണ് പാട്ട് പാടി വെച്ചത്? എന്താ പ്രശ്നം? എന്താ അല്ല, നിങ്ങൾ കുറെ നേരം ആയാലും ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഇതൊരു നല്ല പ്രോഗ്രാമാണ്. അവിടെ പോയി നിങ്ങൾക്ക് ക്രിക്കറ്റ് കളി ഇഷ്ടമാണോ? നിങ്ങൾക്ക് ക്രിക്കറ്റ് കളി ഇഷ്ടമാണോ? എനിക്ക് ക്രിക്കറ്റ് അല്ല, എനിക്ക് ചീട്ടുകളി ഇഷ്ടം. ഞാൻ ദൈവത്തോർത്തൊരു കാര്യം ഞാൻ പറയാം. ഈ രണ്ടുപേരും ഇനി ദൈവത്തോർത്ത് ഇനി പാടിയ ഇന്ത്യക്കാർ വിട്ട ഉപഗ്രഹം പോലെ ആ കുട്ടികൾ ഇങ്ങനെ നടക്കും. ഇനി ഇതുപോലത്തെ നീ ഏർപ്പെടുത്തരുത് കേട്ടോ. നാട്ടിൽ കയറി ഞാൻ കുറച്ച് പൈസ മുടക്കി ചെയ്തൊരു പരിപാടിയാണ്. വേറെ എന്തെങ്കിലും ഏറ്റുണ്ടോ? ഇനി വേറെ എന്തെങ്കിലും ഏറ്റുണ്ടോ? നിവിൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ, അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട് ആ പാട്ടിന് ഒരു തുടക്കം ഇല്ലേ ഷൈൻ സർ? ഇല്ലേ? ആ ഒരു ഡയലോഗ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാം. 5ാം ക്ലാസ് B ഡിവിഷനിൽ പഠിച്ചിരുന്ന മഞ്ജുള ശശിധരൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഒരു മഴവില്ലിൻ്റെ തുണ്ടൊടിഞ്ഞ് വീഴുന്ന പോലെയായിരുന്നു. അല്ല, അത് ഒരു കാര്യമുണ്ട്. നമ്മൾ ആ സിനിമയിൽ ഡയലോഗ് ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞിട്ടുണ്ട് ആ പാട്ടിനിടയ്ക്ക്. ആ ഡയലോഗ് ഇവർ തന്നെ എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് സ്വാഗതം ചെയ്യാം. രമേശിന് ക്രിക്കറ്റ് വലിയ ഇഷ്ടമല്ലേ? ആ പന്ത് എവിടെ? ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിന്? വെറുതെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ആ ഓലഞ്ഞാലി കുരുവി എന്നുള്ള പാട്ട് കേൾക്കാം. അതിൽ രണ്ടുപേരെ ഞാൻ സ്വാഗതം ചെയ്തോട്ടെ. ഈ നാടിൻ്റെ അഭിമാനം രണ്ടുപേരെ ഞാൻ വിളിക്കുകയാണ് കേട്ടോ. പ്രദേശ് അല്ല, ഫീമെയിൽ സിംഗർ ഇല്ല. പിന്നെ ഇത് രണ്ടും മെയിൽ സിംഗറാണ് പാടുന്നത്. അതും അവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി. അവിടെ ഓലഞ്ഞാലി കുരുവി ഇളം കാറ്റിലാടി വരുന്നേ, കൂട്ടുകൂടി കിണങ്ങി പിഴിപ്പീലി മെല്ലെ തഴുകി, ഓലഞ്ഞാലി കുരുവി ഇളം കാറ്റിലാടി വരുന്നേ, കൂട്ടുകൂടി കിണങ്ങി പിഴിപ്പീലി മെല്ലെ തഴുകി, നറുചിരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷിത്തുണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ഓലഞ്ഞാലി കുരുവി ഇളം കാറ്റിലാടി വരുന്നേ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, നറുചിരി 4 മണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ഈ പുലരിയിൽ കറുകകൾ തളിരിടും വഴികളിൽ, ജനലഴി വഴി പകരും നനയൊഴു മധുരം, ഒരു കുടയുടെ തണലിലണയും മേഘം, പൊഴിയും മഴയിൽ ഓലഞ്ഞാലി കുരുവി ഇളം കാറ്റിലാടി വരുന്നേ, കൂട്ടുകൂടി കിണങ്ങി
മൊഴികളാ കുറുമണി കുയിലും കുറുകുവാ കളിച്ചിരിയുടെ വിരലായി തൊടുപുറേനു മഴകായി ചെറുകൊലുസിന്റെ കിലുകിലുക്കത്തിൽ താളം മനസ്സിൽ നിറയും പോലെ ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുമേ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പേലി മെല്ലെ തഴുകി നറുചിരി 4 മണി പൂവ് പോൽ വിരിഞ്ഞുവോ ചെറുമഷിത്തണ്ടു നീട്ടി വന്നെടുത്തു നിന്നുവോ മണിമധുര നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നേ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. രമേശിന് ക്രിക്കറ്റ് കളി ഇഷ്ടമാണോ? അതായത് ഞാനൊരു പാട്ട് പാടാം. എന്നമ്മോ ഏതാ കാശ് വാങ്ങിയത് സരിത കൂട്ട് നിന്നത് ജോപ്പൻ പെട്ടു പോയത് ഞാൻ എന്നമ്മോ ഏതാ நம்ம புலையன மணியம்மா நம்ம பூமுல காவிலம்மா நம்ம கலமாண்டே மெழியுள்ள காளி தத்தம்மா அம்மா ஏ அம்மா ஏ அம்மா 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 അല്ല ദിനേശ് എന്തോ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു എന്തോ അല്ല സത്യം പറഞ്ഞ എനിക്ക് ആ കുട്ടികളെ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞ ആ ഡയലോഗ് അതെ ഷാജനും സീമാജിയോടും പറഞ്ഞാൽ കൊള്ളാന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. മറ്റേ ക്രിക്കറ്റ് ഇഷ്ടമാണോ അത് സജം ഒന്ന് പറയുകയാണെങ്കിൽ ആ ഒരു നിഷ്കളങ്കത നിങ്ങളുടെ ഉടക്കം തീരും നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും അനുഭവിച്ചില്ല അതുകൂടെ അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഇടേ കയറില്ലടാ ഞാൻ പാവപ്പിച്ചോണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഞാൻ ഒപ്പിച്ചുകൊണ്ട് വരുമ്പോ പിന്നെ കളയണം. വികാര തീവ്രമായ സാധനമാണ് സാധനം. രമേശിന് ക്രിക്കറ്റ് കളി ഇഷ്ടമാണോ? അതെ. ക്രിക്കറ്റ് കളി അത്രയ്ക്ക് ഇഷ്ടമാണോ? അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മഞ്ജുളാശ്വരൻ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ വേറെ ആർക്ക് കടന്നു വന്നത്? അന്ന് നമ്മൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പ്രായമുള്ള മക്കൾ നമുക്ക് ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ബാറ്റുണ്ട്, ബോളുണ്ട്, എവിടെയൊക്കെ ഉണ്ട്. ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? എക്സ്പ്രഷനൊക്കെ കുറച്ചും കൂടി ഇഴുകണ്ടായിരുന്നു. ഇരിക്കാൻ സമയം തരാം കേട്ടോ. അപ്പൊ ഇതില് ഏറ്റതെല്ലാം ഏകദേശം ഒക്കെ രൂപരേഖ ആയിട്ടുണ്ട്. പാട്ടായി. അപ്പൊ ഇതിൽ ആരോ മിമിക്രി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മിമിക്രി കൂടെ കേട്ടിരുന്നെങ്കിൽ അതും ഏറ്റിട്ടുണ്ട് ഞാൻ. അപ്പൊ ആരാണെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഷെറീജാണല്ലേ. അപ്പം ആണോ? അപ്പൊ ഒരു
അതെന്താ ദിനേശനൊരു അത്ഭുതം പോലെ ചെയ്യും? സ്റ്റേറ്റ് ലെവലിലൊക്കെ മിമിക്രി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ പഠിപ്പിച്ച പോലെ തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ അങ്ങനെ പറയണ്ട, എല്ലാവരും പഠിപ്പിച്ച പോലെ ഞാൻ പറയാം. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ജനാർദ്ദന്റെ സൗണ്ട്. ഓ തക്കപ്പനല്ലടാ പൊന്നപ്പൻ, ഹോ ഹോ ദാറ്റിച്ചു പട്ടച്ചാറായ പിടിച്ചു കൊട്ടാരം നശിപ്പിച്ചു, ഓ ഓ ചീതി പോടാ തെണ്ടി അയ്യേ. കുഴപ്പമില്ലല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. 21-ാം തീയതി ഒഴിവുണ്ട? 21 നമുക്ക് എപ്പോഴും ഒഴിവില്ലേ? എനിക്ക് വൈരാഗ്യമുള്ള ഒരു ഓക്കെ, അടുത്ത രാഷ്ട്രീയം നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ചെയ്യാം. അതായത് ഞാനൊരു പാട്ട് പാടാം. എന്നമ്മോ ഏതാ കാശ് വാങ്ങിയത് സരിത, കൂട്ട് നിന്നത് ജോപ്പൻ, പെട്ടു പോയത് ഞാൻ, എന്നമ്മോ ഏതാ. ഇനി ആരെ ഒരാളെ കൂടെ അനുകരിക്കുകയാണെങ്കിൽ അതും വാക്ക് കൊടുത്തു ഏതാണ് ആണ്, അതും വാക്കാം. നമുക്ക് ബഹദൂർ പഴയ. എൻ്റെ പൊന്നു മോനെ, കോമാളികൾ കരയരുത്, ചിരിക്കണം. എത്ര സങ്കടം വന്നാലും കരയരുത് മോനെ. ബാബു, എൻ്റെ നമ്പർ എപ്പോൾ വരുവടാ? ഓക്കെ അല്ലേ? 21-ാം തീയതി ഒഴിവല്ലേ? ഒഴിവാണ്. ഇനിയിപ്പോൾ വേണോ അത്? ഞാൻ വരില്ല, സ്ഥലം പറഞ്ഞുതരാം. ഓക്കെ, അടിപൊളി. താങ്ക് യു. എന്തായാലും അതും എൻ്റെ വാക്ക് പാലിച്ചു. പിന്നെ ഗോപി സുന്ദർ പറയാനുള്ള വേറൊന്നുമില്ല. കാര്യം ഒരുപാട് പാട്ടുകൾ ചെയ്യുന്ന ആളാണ്. എങ്കിൽ പോലും സാജൻ ഒരുപാട് നാടൻ പാട്ട് പാടി നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 വരി നമുക്ക് അത് ഞാൻ ഏറ്റുപോയതാണ്. ഒന്നും കയ്യിലില്ല, ഇല്ലില്ല, വന്നവരെ കൊണ്ടാണ് ഈ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യണം എന്തെങ്കിലും. നമ്മുടെ ഈ പടം റിലീസായതിനു ശേഷം പല രാജ്യത്തു നിന്നും പല ആളുകളും വിളിക്കുന്നുണ്ട്. ഇതെവിടെ പോവാ? അപ്പൊ അങ്ങനെ വിളിക്കണവര് ഫസ്റ്റ് നമ്മളോട് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 1983 കണ്ടിട്ടാണ് വിളിക്കണത്. ആ ആളുകളെയൊക്കെ സന്തോഷിപ്പിക്കാൻ, നമ്മുടെ കൂട്ടുകാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ കോഴിക്കോട്ടേക്കും ആലപ്പുഴയിലേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ നമ്മളൊന്ന് യാത്ര ചെയ്യാൻ പോവാം. നമുക്ക് പോവാം. പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കള്ളിത്തത്തമ്മ ഓദിത്തി താരാദിത്തി തെയ്തി തെയ്തകതകതോ. പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കള്ളിത്തത്തമ്മ ഓദിത്തി താരാദിത്തി തെയ്തി തെയ്തകതകതൈ ഓദിത്തി താരാദിത്തി തെയ്തി തെയ്തകതകതൈ. പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കള്ളിത്തത്തമ്മ ഞങ്ങട പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കള്ളിത്തത്തമ്മ. ആളിമാരുത് കൂടി ആമ്പൽ പൂങ്കടവിങ്കൽ ആയില്ല തിരുനാളിൽ കുളിക്കാൻ പോയി. நம்ம புலையன மணியம்மா நம்ம பூமுல காவிலம்மா நம்ம கலமாண்டே மிழியுள்ள காளி தத்தம்மா அம்மா ஏ அம்மா ஏ அம்மா 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 ஏ அம்மா ஏ அம்மா ஏ அம்மா அம்மா அம்மா. நம்ம புலையன மணியம்மா நம்ம பூமுல காவிலம்மா நம்ம கலமாண்டே மிழியுள்ள காளி தத்தம்மா அம்மா ஏ அம்மா ஏ அம்மா 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 ஏ உம்மா ஏ உம்மா ஏ உம்மா உம்மா உம்மா. புலையனார் மணியம்மா மணியம்மா பூமுல்ல காவிலம்மா காவிலம்மா. புலையனார் மணியம்மா மணியம்மா பூமுல்ல காவிலம்மா காவிலம்மா. புலையனார் மணியம்மா பூமுல்ல காவிலம்மா கலமாண்டே மிழியுள்ள காளி தத்தம்மா நல்ல காளி தத்தம் நல்ல காளி தத்த நங்கட நல்ல காளி தத்தம்மா நல்ல காளி தத்தம்மா. ஏ புலையனார் மணியம்மா மணியம்மா பூமுல்ல காவிலம்மா காவிலம்மா. புலையனார் மணியம்மா മണിയമ്മാ. പല ക്രിക്കറ്റുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് നേരിട്ട് കാണണമെന്നൊക്കെ ആഗ്രഹമില്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നേരിട്ട് കാണാൻ ആഗ്രഹമുള്ള ആരെങ്കിലും? ഇല്ല, എനിക്ക് ഈ ബോളേഴ്സിനെ നോക്കുകയാണെങ്കിൽ എനിക്ക് മല്ലിംഗയുടെ ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മല്ലിംഗയുടെ ഒരു ബോൾ ഫേസ് ചെയ്യാൻ കിട്ടിയാൽ അത് എങ്ങനെ നേരിടും? അറിഞ്ഞൂടാ, ശ്രമിച്ചു നോക്കാം. നീരജന് ആരെയാണ് ക്രിക്കറ്റ് പ്ലെയർ എന്ന നിലയിൽ ആരെയാണ് ഇഷ്ടം? ജയസൂര്യ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലെയർ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവർക്കൊരു എനിക്ക് ഒരാളെ കാണുന്നുണ്ട്. ആരാണ്ട്? ഈ
ബോളെറിഞ്ഞ് മറ്റേ ചെവിതല പൊളിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്നാലും ഷോയബ് അക്തർ. ശരി, എന്തായാലും ഈ 3 പേരെ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്നാലോ? ബാക്കി എല്ലാവരും ഇവര് കണ്ടാണോ? ഇവരെ 3 പേരെ മാത്രമേ ഇവര് കാണാത്തുള്ളൂ. ഞാൻ കാശ് കൊടുത്ത് കൊണ്ടുവന്നാ. എന്നോട് ചോദിച്ചില്ലല്ലോ ആരെങ്കിലും കാണാന്ന്. ആരെ കാണണേ? സാനിയ സാനിയ മിർസ. സാനിയ മിർസ റെഡിയാക്കാം. അപ്പം ആദ്യം നമുക്ക് മലീങ്കി ഒന്ന് കാണാം. അവൻ നിമിഷ ഒന്ന് ബാറ്റ് ചെയ്യാം. അങ്ങനെ മല്ലിയുടെ ഇനി അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത് അക്തർ. അതിനെ സാധിച്ചില്ലേ? അക്തറിന് ആഗ്രഹം സാധിച്ചു. അപ്പൊ ഇനി അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് ജയസൂര്യ. ജയസൂര്യ ഞാൻ കണ്ടിരുന്നു പനമ്പള്ളിയാറിൽ വെച്ച്. എവിടെ വെച്ച്? പേര് പോലും അറിയാൻ പറയാം. അപ്പൊ എന്തായാലും സ്വാഗതം ചെയ്യാം ജയസൂര്യ. അപ്പൊ ജയസൂര്യ എന്തായാലും ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദിനേശിനെ കൊണ്ടൊരു ബോൾ എറിയിപ്പിക്കാം. നമ്മുടെ സജിയെ കൊണ്ടൊരു ബോൾ എറിയിപ്പിക്കാം. ആംബ്രോ സജിയെ കൊണ്ട് ഒരു ബോൾ എറിയിക്കാം. ആംബ്രോ സജി ബോളിംഗ് ഉണ്ടോ? എങ്ങനെയുണ്ടോ? മതി. ഇതാണ് പറയുന്നത്. ആംബ്രോസയുടെ ഒരു ബോളിൽ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കറക്റ്റ് ആയി. സിനിമ തുടങ്ങും മുതൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് നെഞ്ചിലെ എന്ന് പറയുന്നത്. അത് കേരളത്തിലെ മലയാളി പ്രേക്ഷകർ എവിടെയുണ്ടോ അവരെല്ലാവരും നെഞ്ചിൽ ഏറ്റിയ ഒരു പാട്ടാണത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ട് ഇപ്പോൾ ഒന്ന് പാടണം എന്ന് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയാ? നെഞ്ചിലേ 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 ഓരോ ഇന്ത്യൻ എന്നും പാടും പാട്ടിൻ താളം എൻ്റെ നെഞ്ചിലേ 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 ഓരോ ഇന്ത്യൻ എന്നും പാടും പാട്ടിൻ താളം എൻ്റെ നെഞ്ചിലേ ഒന്നിച്ചൊറ്റ കൊടിക്കീഴേ ഉശിരുമായി കയ്യും മെയ്യും പൊരുക്കുന്നു പുതിയ വെട്ടത്തിൻ പടനിര പൊരുതിയെത്തുന്നു മറുകര ഉയരുമാകാശത്തതിരുകൾ വരേ നെഞ്ചിലേ ഓരോ ഇന്ത്യൻ എന്നും പാടും പാട്ടിൻ താളം എൻ്റെ നെഞ്ചിലേ 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 ഓരോ ഇന്ത്യൻ എന്നും പാടും പാട്ടിൻ താളം എൻ്റെ നെഞ്ചിലേ ഒന്നിച്ചൊറ്റ കൊടിക്കീഴേ ഉശിരുമായി കയ്യും മെയ്യും കൊരുക്കുന്നു പുതിയ വെട്ടത്തിൻ പടനിര പൊരുതിയെത്തുന്നു മറുകര ഉയരുമാകാശത്തതിരുകൾ തൊടും വരേ കൊടിപ്പാറും മുകിലോടും വഴിയിൽ തരിതാഴിൽ ഒരു നാടും അത് കാക്കും ഉയരെ വിജയം തരുമീ ചിറകിൽ ഇനിയും ഉയരൂ നെഞ്ചിലേ
ഒന്നിച്ചൊറ്റ കൊഴുക്കിലേ കയ്യും നെയ്യും കൊഴുക്കുന്നു പുതിയ വെള്ളത്തിൻ കടലിര ഒഴുതിയെത്തുന്നു മറുകര ഉയർവാകാശത്തിൽ എന്തായാലും പാട്ടും ഡാൻസും എല്ലാം കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഹാപ്പിയാണ്. ഞാൻ എല്ലാ ഏറ്റ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളതാണ്. വളരെ താങ്ക്സ് കേട്ടോ. എന്താണ് പറയണോ? സോറി. ഇവിടെ ഒരു പയ്യനുണ്ട്. ഈവൻ ഈ പറയുന്നത് പോലെ എല്ലാവരുടെയും മാനറിസം ചെയ്യുന്നൊരു പയ്യനാണ്. അപ്പം നിങ്ങളൊക്കെ ഇരിക്കെ ചെയ്ത് നിഷാദ് സ്വാഗതം ചെയ്യാം. നിഷാദ്. ഓക്കെ, ഗാംഗുലി പറയട്ടെ. ഗാംഗുലി പറയട്ടെ. അടുത്തത് ആരാണ് വേണം പറഞ്ഞോളൂ. ദ്രാവിഡ്. ദ്രാവിഡ് പിടിച്ചോ. ദ്രാവിഡ്. ഓക്കെ, റെഡി. ഓക്കെ, ഇനി ആരെങ്കിലും ഡിമാൻഡ് ചെയ്യണേ വിളിക്കും. നമുക്ക് ആരാ? അസുറുദ്ദീൻ. യുവരാജ് സിംഗ്. ഇത്രയും പേരെ കണ്ടു കഴിഞ്ഞു. ഇനി ഒരാളെയും കൂടെ. ധോണി. 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 ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇദ്ദേഹം സംസാരിക്കുകയില്ല, അദ്ദേഹത്തിന് ചെവിയും കേൾക്കുകയില്ല. ഇദ്ദേഹം എല്ലാ മാനറിസങ്ങളും വളരെ കറക്റ്റായിട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമ കണ്ടപ്പോൾ പോലെ വലിയൊരു ആഗ്രഹമുണ്ട്. ഡയറക്ടർ ഒന്നുമില്ല, കാര്യം ഇതിനകത്തൊരു ബൗളിംഗ് മെഷീൻ കാണിക്കുന്നുണ്ട്. അത് ആരുണ്ടാക്കി എന്താണെന്നുള്ളത് ഞങ്ങളൊന്ന് പറയുകയായിരുന്നെങ്കിൽ അത് നമുക്കൊന്ന് ഓർഡർ കൊടുക്കാനായിട്ടായിരുന്നു. ഇവിടെ നിന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എവിടെ കിട്ടും എന്താണെന്നുള്ളത്. ഞാൻ വൈറ്റിലയിൽ ഒരു പാർക്കുണ്ട്. അപ്പോൾ ഞാൻ മോനെ കൊണ്ട് അവിടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ആ പാർക്കിലൊരു ബൗളിംഗ് മെഷീനുണ്ട്. അപ്പോൾ ഞാനവിടെ ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുപോകും. അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ജിജോ ആലുവ എന്ന്. അപ്പോൾ ജിജോ പറഞ്ഞു, ജിജോയുടെ എൻ്റെ കോമൺ ഫ്രണ്ടാണ് സുയി. അവനും സു ആണ്. സുയി. അപ്പോൾ സുയി ഇതുപോലെ ഒരു ബൗളിംഗ് മെഷീൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ബൗളിംഗ് മെഷീൻ ഉണ്ടാക്കിയോ? ഈ ബൗളിംഗ് മെഷീൻ ഞാൻ ഇതിൻ്റെ നെറ്റിലൊക്കെ ഇതിൻ്റെ വില നോക്കിയപ്പോൾ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെയാണ് ഇതിൻ്റെ വില. ഇൻസിങ്കറും ഔട്ട് സിങ്കറും ഒക്കെ വരുന്ന. അപ്പോൾ സുയി ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അവിടെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അസാമാന്യ വേഗതയിൽ വരുന്നൊരു ബൗളിംഗ് മെഷീൻ സുയി ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ സുവിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. കാരണം സുവിയാണെന്നുണ്ടാക്കി. അതുപോലെ
ഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്തിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബൗളിംഗ് മെഷീനിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടു. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ആ ബൗളിംഗ് മെഷീൻ പ്രാക്ടീസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഈ പല്ല് വെപ്പാണോ ഒറിജിനലാണോ? ആണോ? എല്ലാവരും ഡൗട്ടുണ്ട്. ഇവിടെ എല്ലാവരും ചോദിച്ചു ഭഗതിൻ്റെ പല്ല് വെപ്പാണോ അത് ഒറിജിനലാണോ? ഇപ്പം സംശയം അറിയല്ലോ. ടീമിൻ്റെ നിർണായകമായ സമയത്ത് നമ്മൾ ആവേശത്തോടെ കൈയടിച്ച ഒരാളുണ്ട് നമ്മുടെ ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ, നന്ദനുണ്ണി അല്ലേ? നന്ദനുണ്ണിയെ കാണുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു ഡയലോഗാണ്. അതായത് തട്ടത്തിൽ മറയത്ത് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്. ഒന്ന് പറയൂ. സ്നേഹിക്കുന്ന പെണ്ണിനെ പറ്റി അനാവശ്യം പറഞ്ഞ തൻ്റെ ഇടമുള്ള ഏതും മലയാളിക്കും തോന്നും സാറേ. ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് ഉണ്ട് നമ്മുടെ സിനിമയിൽ. നിന്റെ കല്യാണത്തിന് ഫ്രീ എന്ന് പറയുന്ന ആ ഡയലോഗ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഈ കറക്റ്റ് ഒരു നാച്ചുറാലിറ്റി. കാരണം ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഷേപ്പ് ആദ്യം വിഗ്ഗൊക്കെ വെച്ചപ്പോൾ ഇത്രയും പ്രായമുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. പ്രായമില്ലല്ലോ, പ്രായം കുറവല്ലേ? ഷിബു ഒന്നാമതൊരു ആർട്ടിസ്റ്റാണ്, നല്ല പെയിന്ററാണ്, നന്നായി പാട്ട് പാടും ഷിബു. പാട്ട് പാടും. അപ്പോൾ എന്തായാലും ഷിബു ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻകിളി, പൈങ്കിളി മലർത്തേൻകിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ, പൈങ്കിളി മലർത്തേങ്കിളി. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. പേര് മാറ്റി പതപ്പ സീമ, അതെന്താണ് സംഭവം? ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായല്ലോ. ഈ നാട്ടുകാരെ മുഴുവനും എൻ്റെ പേര് മാറ്റി അറിയിച്ചപ്പോ സമാധാനം. ചാഞ്ഞു നിൽക്കണ പൂത്തമാവിന്റെ കുപ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണചന്ദ്രനെ കാണാനല്ല, പൂ പറിക്കാനല്ല. പാതിരാവില പല മരത്തിലും മൂങ്ങമൂന്നു ചിലയ്ക്കുമ്പോൾ കോർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും, ഞാനിന്ന് തൂങ്ങി മരിക്കും. ഈ സിനിമയുടെ പല ഇൻ്റർവ്യൂകൾ ഞാൻ നിങ്ങളുടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട താരമായ സീമാജി നായരെക്കുറിച്ച് ഡയറക്ടർ ഷൈൻ പറഞ്ഞു സീമയുടെ പേര് മാറ്റി പതപ്പ സീമ, അതെന്താണ് സംഭവം? ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞൊരു അതിൻ്റെ ക്ലൈമാക്സ് ഇല്ലാതായി പോയി. സീമയ്ക്ക് ഷിബു ഇതുപോലൊരു പാട്ട് പാടിയപ്പോൾ പതപ്പ എന്ന് പറഞ്ഞൊരു സ്വരം വന്നു.
അപ്പോൾ അത് സീമയെടുത്ത് ചെന്നപ്പോൾ സീമയ്ക്ക് അത്രയും പാടാൻ പറ്റില്ല. അപ്പോൾ പതപ്പ സീമ എന്ന് സീമയുടെ പേര് വന്നു. ആ പേര് മാറ്റാൻ വേണ്ടിയിട്ട് സീമ സ്വരങ്ങൾ മൊത്തം പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ല. സമാധാനമായല്ലോ. ഈ നാട്ടുകാരെ മുഴുവനും എൻ്റെ പേര് മാറ്റി അറിയിച്ചപ്പോൾ സമാധാനം. അല്ല സീമ അത് ആ സ്വരങ്ങൾ സ്വരം തിലകവുമായി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പോരു നീ രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു ദേഹത്തിൻ കഥകളുമായി പറന്നു വന്നു പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോകുന്നു സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ എന്തായാലും വളരെ മനോഹരമായിട്ട് പാടി. അപ്പൊ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ രണ്ടുപേരും നാടൻ പാട്ട് ഞാൻ ഒന്ന് പാടിക്കോട്ടെ. ഒരു സന്തോഷത്തിന് വേണ്ടി. വളരെ സന്തോഷമായിരുന്നു. പലർക്കും ധാരണ പശു ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളെ കൊണ്ടിരില്ല. പക്ഷേ അത് ഏറ്റതല്ല. ഇത് ജനം ഏറ്റു കഴിഞ്ഞാൽ ഞാൻ സന്തോഷമായി. ഏതായാലും നിങ്ങൾക്കും എല്ലാവർക്കും ഏറ്റു പാടാൻ ഒരു പാട്ട്. ചാഞ്ഞു നിൽക്കണ പൂത്തമാവിന്റെ കുപ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണചന്ദ്രനെ കാണാനല്ല പൂ പറിക്കാനല്ല പാതിരാവില പല മരത്തിലും മൂങ്ങമൂന്ന് ചിലയ്ക്കുമ്പോൾ കോർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും ഞാനിന്ന് തൂങ്ങി മരിക്കും ചാഞ്ഞു നിൽക്കണ പൂത്തമാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണചന്ദ്രനെ കാണാനല്ല പൂ പറിക്കാനല്ല പാതിരാവില പല മരത്തിനു മൂങ്ങമൂന്നു ചിലയ്ക്കുമ്പോൾ കോർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും ഞാനിന്ന് തൂങ്ങി മരിക്കും പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ട് തന്നവനാ മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോൾ മുന്നിൽ പുഴ വെട്ടി തന്നവനാ പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ട് തന്നവനാ മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോൾ മുന്നിൽ പുഴ വെട്ടി തന്നവനാ അക്കരെ നിന്നൊരു മാരനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ നീ എന്നെ മറന്നില്ലേ അവനിക്കര വന്നപ്പോ നാട്ടുകാർക്ക് എന്നെ നീ ഒറ്റുകൊടുത്തില്ലേ പെണ്ണെ നീ ഒറ്റുകൊടുത്തില്ലേ ചാഞ്ഞു നിൽക്കണ പൂത്തമാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണചന്ദ്രനെ കാണാനല്ല പൂ പറിക്കാനല്ല പാതിരാവില പല മരത്തിലും മൂങ്ങമൂന്ന് ചിലയ്ക്കുമ്പോൾ കോർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും ഞാനിന്ന് തൂങ്ങി മരിക്കും തൂങ്ങി മരിക്കും ഞാനിന്ന് തൂങ്ങി മരിക്കും. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ നമ്മുടെ കാർണിവലിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി 60-ാം ദിവസം ഇന്ന് നമ്മളോടൊപ്പം ആഘോഷിക്കുകയാണ് നമ്മുടെ 1983 താരങ്ങൾ. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി നറുചിരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞു ചെറുപക്ഷി തട്ടു നീട്ടി വന്നടുത്തു നിന്നു മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. സിനിമ കാണണേ എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും കണ്ടു. എനിക്ക് കിട്ടിയ എല്ലാ സ്നേഹത്തിനും നന്ദി, നമസ്കാരം. ഇതൊരു സിനിമ മാത്രമല്ല, എനിക്ക് ഒരുപാട് നല്ല കൂട്ടുകാരെയും ഈ സിനിമയിലൂടെ ലഭിച്ചു. നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു സിനിമയുടെ തുടക്കം മുതൽ റിലീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ 60-ാം ദിവസം ആഘോഷിക്കുമ്പോൾ പോലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്.
അപ്പോൾ ആ ഒരു കൂട്ടായ്മ കിട്ടിയതിലും ഒരുപാട് സന്തോഷം. Kulikita kati, sagalan kulikita kati, sagalan kulikita kati.